ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. പഹൽഗാം ഭീകരാക്രമണത്തിൽ NIA കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. ജമ്മുവിലെ NIA പ്രത്യേക കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ആക്രമണത്തിൽ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള 3 ഭീകരർക്ക് പങ്കുണ്ടെന്നാണ് NIAയുടെ കണ്ടെത്തൽ. ഓപ്പറേഷൻ മഹാദേവിലൂടെ 3 ഭീകരരെയും സൈന്യം വധിച്ചിരുന്നു. ആക്രമണം നടത്തിയ ഭീകരർക്ക് സഹായം നൽകിയ 2 പേരെ നേരത്തെ NIA അറസ്റ്റ് ചെയ്തിരുന്നു. ഏപ്രിൽ 22-നാണ് നമുക്കറിയാം രാജ്യത്തെ നടുക്കിയ പഹൽഗാം ഭീകരാക്രമണം ഉണ്ടാകുന്നത്. വിനോദസഞ്ചാരികളായ മലയാളികൾ ഉൾപ്പെടെയുള്ള നിരവധി പേരെ, കൃത്യമായി പറഞ്ഞാൽ 26 പേരെ ആണ് ഭീകരർ അന്ന് വെടിവെച്ച് കൊലപ്പെടുത്തിയത്. പിന്നീട് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ ശക്തമായ തിരിച്ചടി പാകിസ്ഥാന് നൽകിയിരുന്നു. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ തകർക്കുകയും ചെയ്തിരുന്നു. നിരവധി യുദ്ധവിമാനങ്ങൾ തകർക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ കണക്കുകളൊക്കെ തന്നെ പിന്നീട് സൈനിക മേധാവികളൊക്കെ തന്നെ പല ചടങ്ങുകളിലൊക്കെ അതിനെക്കുറിച്ച് പറയുന്നതുമൊക്കെ തന്നെ ഉണ്ടായി. അതേറെ രഹസ്യാത്മകമായി രാത്രിയോടെ നടന്ന ഒരു തിരിച്ചടിയായിരുന്നു ആ ഓപ്പറേഷൻ സിന്ദൂർ. അതിനൊക്കെ കാരണം എന്ന് പറയുന്നത് ഈ പഹൽഗാമിലുണ്ടായ ഈ ഒരു ഭീകരാക്രമണമാണ്. പഹൽഗാമിനെ സംബന്ധിച്ചിടത്തോളം, കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം അത്രയും ശാന്തമായി കിടന്നിരുന്ന, നിരവധി വിനോദസഞ്ചാരികൾ വന്നിരുന്ന, അത്രയും ടൂറിസം സ്പോട്ടായ ഒരു സമയത്ത് പെട്ടെന്നൊരു ദിവസം ഈ ഇത്തരത്തിലൊരു ഭീകരാക്രമണം വരുന്നു. അല്ലെങ്കിൽ അന്ന് ഉയർന്ന ഇതിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ തന്നെ ഏറെ ഞെട്ടിക്കുന്നതായിരുന്നു. ഇതിലൊരു കൃത്യമായി പറഞ്ഞാൽ 2 മതങ്ങളെ തമ്മിൽ തെറ്റിക്കാനുള്ള തരത്തിലൊരു ശ്രമമൊക്കെ തന്നെ നടന്നു. അതായത് ഭീകരർ അത്തരത്തിലുള്ള ചില പരാമർശങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്നു. പിന്നീട് അതൊരു വലിയൊരു മതവിദ്വേഷം ആയേക്കാം എന്നുള്ള തരത്തിലുള്ള അത്തരത്തിൽ മാറിയേക്കാവുന്നൊരു പരാമർശമൊക്കെയായിരുന്നു അന്ന് ഭീകരർ ഒരു പരാമർശം. ഇതിനെ സംബന്ധിച്ച് ഇവരെ വെടിവെക്കുന്നതിന് മുമ്പ് ചില ചോദ്യങ്ങളും, ആ ചോദ്യങ്ങൾ ഏത് മതത്തിനെ സൂചിപ്പിക്കുന്നു, ഏത് മതസ്ഥരെയാണ് ലക്ഷ്യം വെക്കുന്നത്, ഏത് മതസ്ഥരെയാണ് ഉന്നം വെക്കുന്നത് എന്നുള്ള തരത്തിലൊക്കെ പിന്നീട് ചർച്ചകൾ ഉയർന്നിരുന്നു. എന്നിരുന്നാലും അന്ന് മരിച്ചത് മനുഷ്യരാണെന്നുള്ളതാണ്. 26 മനുഷ്യർ ആ ഭീകരാക്രമണത്തിൽ, അതായത് വിനോദസഞ്ചാരികൾ അവിടെ കാണാനായി എത്തിയ 26 വിനോദസഞ്ചാരികളെ, അതിൽ മനസ്സിലാക്കുന്നത് 25 വിനോദസഞ്ചാരികളാണ്. ഒരാൾ ആ പ്രദേശത്തുകാരൻ തന്നെയാണ് മരിച്ചവരിൽ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിൽ മലയാളികളും ഉണ്ടായിരുന്നു, കൊച്ചി സ്വദേശിയും ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ രാജ്യത്തെ ഞെട്ടിച്ച ആ പഹൽഗാം ഭീകരാക്രമണത്തിൽ പിന്നീട് അന്വേഷണങ്ങളുടെ ദിവസമായിരുന്നു. ഇത്തരത്തിലുള്ള കണ്ടെത്തലുകളുടെ ദിവസങ്ങളായിരുന്നു. ഒപ്പം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ആദ്യഘട്ടത്തിൽ ഒരു മറുപടി കൊടുത്തു. പിന്നീട് ഓപ്പറേഷൻ മഹാദേവിലൂടെ 3 ഭീകരരെയും, ഇതുമായി ബന്ധപ്പെട്ട 3 ഭീകരരെയും സൈന്യം വധിച്ചിരുന്നു. ഭീകരർക്ക് സഹായം നൽകിയ 2 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരുടെയൊക്കെ മൊഴി എടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മൊഴികളെല്ലാം ഉൾപ്പെടുത്തി, ഈ വിവരങ്ങളെല്ലാം ഉൾപ്പെടുത്തി ഉള്ള ഒരു കുറ്റപത്രമാണ് ഇപ്പോൾ NIA ജമ്മുവിലെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ജമ്മുവിലെ NIA പ്രത്യേക കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ആ കുറ്റപത്രം, പഹൽഗാം ഭീകരാക്രമണത്തിൽ NIA കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്.